മഹേഷ് ചന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മഹേഷ്, ചതിയനാണ് അൻവർ, രാഷ്ട്രീയ വഞ്ചന കാട്ടിയാൽ തുറന്നു പറയുകയാണ് പിണറായി വിജയൻ. അതിലേറെ വികസന രാഷ്ട്രീയം തന്നെ ഉയർത്തിയാണ് പിണറായി വോട്ട് ചോദിക്കുന്നത്. അതേ രുചീഷ്, നിലമ്പൂരിൻ്റെ പടനിലത്ത് പോരിന് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തി വലിയ ആവേശകരമായ ഒരു പരിപാടിയായി തന്നെ മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ആ കൺവെൻഷനിലാണ് പേരെടുത്ത് പറയാതെ തന്നെ LDFനെ മാത്രമല്ല ജനങ്ങളെയും ചതിച്ച ആളാണ് PV അൻവർ എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചത് കുഞ്ഞാലിയുടെ ഓർമ്മകളാണ്. സഖാവ് കെ കുഞ്ഞാലി MLA ആയിരിക്കും വെടിയേറ്റ് മരിച്ചു. ആ കുഞ്ഞാലിയുടെ ഓർമ്മകളെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം ആരംഭിച്ചത്. ആ കുഞ്ഞാലിയുടെ മണ്ണ് മാത്രമല്ല, അതിനു മുമ്പ് പറയേണ്ടത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ മണ്ണ് കൂടിയാണ്. അപ്പോൾ ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചതിക്ക് നേതൃത്വം നൽകിയ ആളുകളുടെ മണ്ണ് കൂടിയാണ് ഈ നിലമ്പൂർ എന്ന് അദ്ദേഹം പറയുമ്പോൾ, അങ്ങനെ ഞങ്ങളെയും ചതിച്ചിട്ടുണ്ട്, LDFനെയും ചതിച്ചു എന്ന് പറഞ്ഞത് PV അൻവറിനെ പേരെടുത്ത് പറയാതെ തന്നെയാണ്. ആ ഒരു ചതിക്കിരയായാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ വേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 4 വർഷം പൂർത്തി LDF സർക്കാരിന് അടുത്ത ടൈം കഴിയുമ്പോൾ 2026 നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടത്തേണ്ട ഒരു സാഹചര്യം. അതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് PV അൻവറിൻ്റെ ചതി കൊണ്ടാണ് എന്ന് പേരെടുത്ത് പറയാൻ അദ്ദേഹം പറഞ്ഞു. ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന രീതി LDFന് ഇല്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. വീരപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു മലയാളിയായ മാധ്യമപ്രവർത്തകൻ വീരപ്പനെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയ ഒരു കഥ അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ വീരപ്പനെ കാണാൻ ചെന്നപ്പോൾ വീരപ്പൻ പറഞ്ഞു, നിങ്ങളുടെ ഒരു മന്ത്രി അവിടെ മരങ്ങൾ വെട്ടി വിൽക്കുന്നു, കൊള്ള നടത്തുന്നു, അത് നിങ്ങൾ കാണുന്നില്ല എന്ന് ചോദിച്ചു. ആ കാലത്ത് മന്ത്രിയുടെ സഹായിയായി മരം മുറിക്കാൻ, ആ മരം വെട്ടാൻ വേണ്ടി അവിടെ ചെന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും പിണറായി ഒരു പരിഹാസത്തോടെ പറയുകയും ചെയ്തു. ഇതൊന്നും LDFനെ ബാധിക്കില്ല, അതൊന്നും LDFൻ്റെ കാലത്ത് ഉണ്ടാകില്ല, അഴിമതി വിരുദ്ധമായ രീതിയിൽ കാര്യങ്ങൾ നടത്താൻ LDFന് സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്തായാലും PV അൻവറിൻ്റെ പേരെടുത്ത് പറയാതെ തന്നെ PV അൻവറിനെതിരായ അതിരൂക്ഷമായ പരാമർശങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി ഈ കൺവെൻഷനിൽ നടത്തിയത്. രജീഷ്.